Shahana Sharin, guys. Yo. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നാണ് എല്ലാവരും വന്നത്. സഫാക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഓൾ എന്നെ വിളിച്ചിട്ട് വന്നു, ആരും ഇല്ല, നമുക്ക് നജനെ പോയി കൂട്ടിയിട്ട് വരാമല്ലോ എന്ന്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവളുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വന്ന് സർപ്രൈസാക്കി. ഞാൻ ഭയങ്കര സർപ്രൈസായി. എന്നിട്ട് ഹോളി പൗഡറിൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് എൻ്റെ മേത്തേക്കെല്ലാം എറിഞ്ഞു ഗൈസ്. എന്തോ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായിട്ട് കുറേ എണ്ണം വന്ന് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് മേത്തേക്ക് പൗഡർ എറിയലും ചെയ്ത് ഇങ്ങനെ പെട്ടെന്നൊരു സെക്കൻഡ് അങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ചിരിക്കെല്ലാം ചെയ്ത് മൂക്കെല്ലാം കഴുകി തിരിച്ച് വരാൻ പോകുമ്പം സഹദിയ എൻ്റെ മേത്ത് ചീഞ്ഞന്നല്ല, എന്നാലും തക്കാളി പിയാൻ പോയപ്പോൾ ഞാൻ മാറി എൻ്റെ മേത്ത് നയിറ്റാം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ എൻ്റെ ഇന്നലെയല്ല എൻ്റെ ബർത്ത്ഡേ, അപ്പോൾ ഇന്നലത്തെ കുറച്ച് ഇത് കണ്ടിട്ട് വാ, എന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ സംഭവം കാണിച്ചു തരാം. ആദ്യം നമുക്ക് കേക്കൊന്നും ആക്കണ്ട, വല്ല ആഘോഷം ആക്കണ്ട, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നെല്ലാം വിചാരിച്ചിരിക്കുന്നുണ്ടായി. പിന്നെ ഞാൻ മദ്രസ വിട്ട് വരുമ്പോൾ എന്തായാലും ലാസ്റ്റായിട്ട് ആക്കിയൊക്കെ അങ്ങനെ എന്തെല്ലാം വിചാരിച്ചിട്ട് പെട്ടെന്നൊരു കേക്കാക്കി. എനിക്ക് കൂടെ നാട് എന്നോട് നടക്കാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക്. ഞാൻ വേറെ നടന്നില്ല. ഇത് ഓടി ഞാൻ ഇത് വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് ഇത് നജാക്കി അത് അമി ദൂരെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് വേഗം നടക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം എന്തെങ്കിലും സീക്രട്ടായിട്ട് പറയുന്നത് ഞാൻ വേണം. അല്ലാതെ ഇന്നോട് ഓടും ഈ ചുറ്റാണ് അതിന്റെ സഹാക്കി ഉള്ളതൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇത് വലിയ ഗിഫ്റ്റ് ഒരു വലനെ കൊണ്ട് പിങ്ക് വലനെ കൊണ്ട് ഇങ്ങനെ ബോയിലും മദർസയിലൊക്കെ തുറന്നു നോക്കുമ്പോ ഇങ്ങനെ ഇല്ലത്. ആ പറയണേ ഇങ്ങനെ ഇല്ലത്, ഇതിന്റെ ഉള്ളിലായിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഇല്ലത്. അത് തുറന്നു നോക്കി. ആദ്യം ഇത് തുറന്നു നോക്കി. തുറന്നോക്കുമ്പോ ഇതിന്റെ ഉള്ളില് ഞാൻ വിചാരിച്ച എന്തോ സ്ക്വിഷ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇങ്ക് നിറക്കേണ്ട വരും. പിന്നെ ഞാന് ഇത് തുറന്നു നോക്കി, കാരണം അത് തുറക്കാൻ കുറച്ച് ടഫാണല്ലോ. അപ്പം ഇതെന്തെല്ലാം ഉള്ള ഇത് നമുക്ക് പോകുന്ന വഴിക്ക് എപ്പോഴും പൂവടിക്കും. എന്തിനാ ചോദിക്കും അതൊരു സീക്രട്ടാണ് അങ്ങനെ പറയും. അപ്പം ആ പൂവാണിത്. പിന്നെ എന്തെല്ലാം എഴുതി. പിന്നെ ഇതോടെ തുറന്ന് എന്നിട്ട് ഇത് തുറന്നോക്ക് നമുക്ക് ആദ്യം തന്നെ ഇത് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് പെൻസിലാ മറ്റായിരിക്കും. അപ്പൊ തുറന്നു നോക്കുമ്പോ മോനെ ഇതാണ് സാധനം. ഇത് കിടിലൻ തന്നെ. പിന്നെ കൊറേ മുട്ടായി മഞ്ച് എത്ര 1 2 3 4 മഞ്ചും ഒരു ക്രിസ്പെല്ലോയും എല്ലാം 4ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ് കേക്ക് മുറിക്കാനെന്നും പറഞ്ഞിട്ട് എന്നോട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഇട്ടിട്ട് വരുമ്പോൾ പറഞ്ഞു മുകളിൽ പോയിട്ടൊരു ഇക്കാൻ്റെ ഫോൺ എടുത്തിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് എനിക്ക് ഈ സാധനം കിട്ടുന്നിട്ട് വടനെ എടുത്തിട്ട് ഓടി വന്നു. ഇത് ഒരു തുണീനെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നെട്ടി വെട്ടുന്നു.
എന്നിട്ട് കിട്ടിയവിടെ ഞാൻ തുറക്കാൻ തുടങ്ങി. ഇത് ഇവരെല്ലാം തന്ന ഗിഫ്റ്റെല്ലാം ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ മറ്റേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്തെല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. കീറാൻ പാടില്ല, സൂക്ഷിച്ചോ കയ്യിൽ. ഞാൻ ഈ ഗിഫ്റ്റ് പേപ്പറിനെ കൊണ്ട് കളിക്കുന്ന കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇതേ സ്വഭാവമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കവറ് ഒരു പൂച്ചയുണ്ട്. തന്നത് ഇത് ഷഹന തന്നത്, ഇത് നജ തന്നത്, ഇത് നൊഷ്കാക്ക തന്നത്, ഇത് ഞാനെടുത്തത് അല്ല ഇവരെടുത്തത്, ഇത് സഫാക്കെ തന്നത്, ഇതും സഫാക്കെ തന്നത്, ഇതും സഫാക്കെ സഫാക്കെ പിന്നെ ഇതും സഫാക്കെ തന്നത്, ഇത് പിന്നെ ദേവത തന്നത്, ഇത് ശ്രീക്കെ തന്നത്, ഇത് നജ തന്നത്, പിന്നെ കേക്കിന്റെ മുകളിലെ ബിസ്ക്കറ്റ് നജ തന്നത്, പിന്നെ ഇത് രണ്ടും ഉപ്പ തന്നത്, ഇത് ഉപ്പ തന്നത്. Naja. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday, Miss Riya. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാരും യോവറിന് ഓക്കെ. ഓ ഇനി എത്ര 1 2 3 4 നജ ഭയങ്കര കഴിയൂലപ്പ. ഓ
അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ കാരണം ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇവർ 3 മണിയാകുമ്പോൾ വരലെന്നാണ്. പക്ഷെ അത് നേരം മാറ്റി 1 മണിയാകുമ്പോൾ വന്നോന്ന് പറഞ്ഞു. ഉമ്മാനോട് പറയാൻ മറന്നുപോയി. അപ്പോൾ ഉമ്മ ഒന്നും ആക്കിയിട്ട. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉമ്മനെ സഹായിച്ചു. ഡ്രീം ക്യാച്ചർ ഓക്കെ ഓൾ മേക്കുന്ന മേക്കാക്കാം എല്ലാം കണ്ടില്ലേ അതാ ഞാൻ വായിച്ചിനി ഐ ഹാപ്പി ടു ഹാവ് യു ആസ് എ ഫ്രണ്ട് കണ്ട 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 ഓ സാധ്യ പിന്നെ അത് വായിക്കണേ മിസ്സിയാണെന്നല്ലേ ഒന്ന് സ്പീഡപ്പ് ആക്കിയോ നല്ലതായിരിക്കും ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ വിളിക്കല് ഇതിപ്പോ എന്താ ജാഗ്രത എനിക്ക് കുറെ പേര് കിട്ടിയില്ലേ ഡയറി മിൽക്ക് അങ്ങനെ അത് തരുന്നത് എന്നെ ഡയറി മിൽക്ക് ഇട്ടിട്ട് കൊടുത്തോ കഞ്ച
ഇവക്കൊരു ഡയറി മിൽക്ക് കച്ചവടം നടത്താൻ കഴിച്ചത് വലുത് ചെറുത് കളിപ്പാട്ടാണ് അടുത്ത ഡയറി മിൽക്ക് വരുന്നുണ്ട് ഗായ്സ്. നീ വിറ്റോ? ഗായ്സ് ഇവരെല്ലാം കൂടി ആക്കിയ സർപ്രൈസ് ആണിത്. ഹാപ്പി ബർത്ത്ഡേ മിച്ചൂസ്. പിന്നെ ഡയറി മിൽക്ക് എടുത്ത് വെച്ചിട്ട് ഗായ്സ് അപ്പം മിച്ചു വിരുകയാണ് താഴേക്ക്. ഓളന്നെയാ പാടുന്നത്. ഞാൻ വൈകിട്ടേരാ കണ്ണ് തുറക്കുമ്പോ അതിന് പറയണേ. മതി മതി മതി. അല്ല തെറിച്ച് താഴത്താനായി ഗൈസ്. ആരെല്ലാക്കിയത് ഗൈസ്? ഇത് നാലാള്. അതാണ് അതിന്റെ ആടൊരു മയ്യത്തിറക്കുന്നതൊക്കെ കടന്നിട്ട് അതിന്റെ മീറ്റ് മുഖത്തെല്ലാം ഉണ്ട്. അതാണ് നമ്മൾ സ്പെഷ്യൽ അല്ലേ? മാസ്ക് ഇട്ട് തിന്നോ? മാസ്ക് ഇട്ട് തിന്നോ? അതിന് പൊടി അലർജി ഉണ്ടേ. ഇനി ക്ലീനിങ് പരിപാടിയാണ്. അതിന് ഹെൽപ്പ് ചെയ്യാൻ മിച്ചു ഉണ്ടല്ലേ? കുട്ടിക്കളി നോക്കുക. ഹെൽപ്പ് ചെയ്യാണ്ട് കുട്ടിക്കളി ഇരിക്കുന്നുണ്ടാ? ഇതാണ് ഷഹന ഷെറിൻ വീഡിയോ ഗേൾ. നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് പോകുന്നതായിരിക്കും. അതാണ് ഇത്ര തിരക്ക് കഴിച്ച് സ്റ്റെപ്പിങ് ചെയ്യാൻ. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും പോക്കായി ഗായ്സ്. ബേരിക്ക് ഞാനും ഇടയ്ക്ക് ഇരിക്കട്ടെ. എന്നെ സൈഡാക്കി വീഡിയോ എടുക്കുന്നവരെ ഇരിക്കാതെ ഞാനത് ചിരിക്കുന്ന അവർക്ക് ഇവിടെ ഇരിക്കാം. എന്നാ ഗായ്സ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. മിച്ചു ചൂനെ വിളിക്ക്. മിച്ചു വാ. ബേം ബേം ബേം. ഇപ്പുറത്തേ വാ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഗായ്സ്. ഒരു സ്ഥലത്ത് ഞാൻ സൈഡായി. ബിരിയാണി ഉണ്ട്, ഇറച്ചിക്കറിയുണ്ട്, മാങ്ങ സാറുണ്ട്, സലാഡുണ്ട്, മീൻകറിയുണ്ട്, ചോറ്. അവർക്ക് രണ്ടാക്കുമാണ്.
ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം ഡാൻസ് കളിച്ചു, സംസാരിച്ചു. എന്നിട്ട് ഒരു പെണ്ണിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഓളെ കൊണ്ടാക്കി. അപ്പോൾ ഓക്കെ, ബൈ.